ആഴ്സണലിന് മറക്കാനാവാത്ത രാത്രികളിലൊന്ന് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പിറന്നപ്പോൾ എതിരില്ലാത്ത 3 ഗോൾ തോൽവിയുടെ ഭാരവുമായാണ് റയൽ മാഡ്രിഡ് മടങ്ങിയത്. ചാമ്പ്യൻസ് ട്രോഫി ക്വാർട്ടറിലെ ആദ്യ പാദത്തിൽ റയൽ മാഡ്രിഡിന് ഗണ്ണേഴ്സിന് മുൻപിൽ കാലിടറിയെങ്കിലും വിട്ടുകൊടുക്കില്ലെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളുമായി വരികയാണ് റയൽ സൂപ്പർ താരം എംബാപ്പെ. റൈസിന്റെ ഇരട്ട ഗോൾ ബലത്തിലാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും കരുത്ത് കാണിച്ചിട്ടുള്ള റയലിനെ ആഴ്സണൽ വീഴ്ത്തിയത്. റൈസിന്റെ ഫ്രീ കിക്ക് ഗോളുകൾ റയലിനെ ഞെട്ടിക്കുന്ന തോൽവിയിലേക്ക് തള്ളിവിട്ടെങ്കിലും ഇവിടം കൊണ്ടെല്ലാം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് എംബാപ്പെ പറയുന്നത്. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ റയലിന് ഇനി എത്താനുള്ള സാധ്യത കുറവാണ് എന്ന് പരിശീലകൻ ആഞ്ചലോട്ടി തന്നെ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ എംബാപ്പെ അതിന് തയ്യാറല്ല. അവസാന നിമിഷം വരെ വിശ്വാസം കൈവിടാതിരിക്കണം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ എംബാപ്പെ കുറിച്ചത് ഇങ്ങനെയാണ്: ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ഗോൾ അഗ്രിഗേറ്റിൽ മുൻപിലെത്തി ചാമ്പ്യൻസ് ലീഗ് സെമിയിലേക്ക് എത്താനാവും എന്ന ഉറച്ച വിശ്വാസവും വാക്കുകളിൽ നിറച്ചിരിക്കുന്നു. എംബാപ്പയുടെ പ്രതികരണത്തിലും ആ വിശ്വാസമാണ്. ബെർണാബ്യൂവിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സീസണിൽ റയലിന് വേണ്ടി 32 ഗോളുകളാണ് എംബാപ്പയിൽ നിന്ന് വന്നത്. എന്നാൽ ആഴ്സണലിന് എതിരെ ആദ്യ പാദ ക്വാർട്ടറിൽ റയലിനായി വല കുലുക്കാൻ ഫ്രഞ്ച് താരത്തിനായില്ല. നോർത്ത് ലണ്ടനിൽ വെച്ച് തോൽവിയിലേക്ക് വീണെങ്കിലും തിരിച്ചുവരവ് അസാധ്യമല്ല എന്ന പ്രതികരണവുമായാണ് ഇംഗ്ലീഷ് മധ്യനിര താരം ജൂഡ് ബെല്ലിംഗാമും എത്തിയത്. എന്നാൽ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ രണ്ടാം പാദത്തിൽ തിരികെ വന്ന് സെമിയിലെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ആഞ്ചലോട്ടി പ്രതികരിച്ചത്. ഇന്നത്തെ റയലിന്റെ പ്രകടനം നോക്കുകയാണ് എങ്കിൽ ഒരു സാധ്യതയും ഉണ്ടാവില്ല. എന്നാൽ ബെർണാബ്യൂവിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.